നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവ മാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാസമാണെന്ന പുരാണങ്ങളിൽ പറയുന്നത്. അത് ഇപ്രകാരമാണ് പറയണത് കേട്ടോ. സർവവിദ്യകളിലും ശ്രേഷ്ഠം വേദങ്ങൾ എന്നതുപോലെ, സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായത് പ്രണവം എന്നതുപോലെ, സർവ പക്ഷികളിലും ശ്രേഷ്ഠനായത് ഗരുഡൻ എന്ന പോലെ, സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായത് കൽപ്പവൃക്ഷം എന്നുപോലെ, സർവ നദികളിലും ശ്രേഷ്ഠമായത് ഗംഗ എന്നതുപോലെ, സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായത് കൗസ്തുഭം എന്നതുപോലെ, സർവ മാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാസം ആണെന്നാണ് പറയണത്. ആ പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എത്രത്തോളം പുണ്യമുള്ള ഒരു മാസമാണ് ഈ വൈശാഖം എന്ന്. അപ്പോൾ ഈ വൈശാഖം തുടങ്ങുന്നത് ഈ വരുന്ന ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് കേട്ടോ. അതായത് മേടമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതലാണ്, പ്രഥമ മുതലാണ് തുടങ്ങുക അടുത്ത കറുത്തവാവ് വരെ. ചന്ദ്രമാസമാണ് കേട്ടോ. ഈ ചന്ദ്രൻ അതായത് വാവ് കണക്കാക്കിയിട്ടാണ് മാസം കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൗർണമി, ഒരു പൂർണിമയൊക്കെ നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരു മാസമാണ് ഈ വൈശാഖം എന്ന് പറയണത്. അത് ഭഗവാനെ മഹാവിഷ്ണു പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ്. എത്രത്തോളം പുണ്യം നമുക്ക് ചെയ്യാൻ സാധിക്കണോ അത്രത്തോളം ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ലഭിക്കുന്ന ആ ഫലങ്ങൾ നമുക്ക് പോലും അറിയില്ല, അത്രത്തോളം വലുതാണെന്നാ പറയുക. അപ്പോൾ എപ്രകാരമാണ് ഈ ഒരു വൈശാഖ മാസം ആചരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ മാസത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് ലഭിക്കുക, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വരുന്ന വൈശാഖ മാസത്തിലെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ ഊഞ്ഞാലാടുന്ന ഉണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഊഞ്ഞാൽപ്പടിയിൽ ഭഗവാൻ ഇങ്ങനെ ഇരുന്നിട്ട് ആടുകയാണ്. വലത്തേ കയ്യിൽ വെണ്ണയുണ്ട്, അത് അപ്പോഴും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭഗവാന്റെ കയ്യിൽ വെണ്ണ ഉണ്ടായിരുന്നു. ഇടത്തേ കൈ കൊണ്ട് ഊഞ്ഞാൽ വള്ളി പിടിച്ചിട്ടുണ്ട്, ആ പൊന്നോടക്കുഴയിൽ അരയിൽ തിരികെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവാൻ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന് പുറകിലെ ഒരു കുഞ്ഞു കഥ കൂടെ പറയാം. നമ്മുടെ യശോദാമ്മയുണ്ടല്ലോ, എല്ലാ ദിവസവും ഭഗവാൻ ഇങ്ങനെ കൂട്ടുകാരെ കൂടെ കളിക്കാനായിട്ട് പോകുക. നേരം വെളിച്ചാകുമ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും കൂട്ടുകാർ വരും, അവരെ കൂടെ കളിക്കാനായിട്ട് പോകും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകെ ചളിയിലൊക്കെ മുങ്ങിയിട്ടൊക്കെ വരിക. പിന്നെ മേല് കഴുകിക്കലായി, വിളക്ക് വെക്കലായി, നാമം ജപിക്കലായി. ഉണ്ണിയെ ഒന്ന് കൊഞ്ചിക്കാനായിട്ട് കുറച്ചൊരു സമയം ഉണ്ണിയുടെ കൂടെ ഉണ്ണീനൊന്ന് കളിപ്പിക്കാനായിട്ട് യശോദാമ്മയ്ക്ക് കിട്ടണേ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ എന്താ ചെയ്യാ? എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ണി ഓടിപ്പോകല്ലേ കൂട്ടുകാരെ കൂടെ. ഒന്ന് എൻ്റെ കൂടെ ഒന്ന് ഇരിക്കൂ, ഒന്ന് അമ്മയുടെ കൂടെ കുറച്ചു നേരം കളിക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ചായ്വ് വരുമല്ലോ. അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ യശോദാമ്മ ചെയ്തതെന്നറിയൂ? ഊഞ്ഞാലിട്ട കൊടുത്തു. അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ആടിക്കോളൂല്ലോ. കുട്ടികൾക്കൊക്കെ ഊഞ്ഞാല് നല്ല ഇഷ്ടമാണ്. അപ്പൊ കൂട്ടുകാർ വന്നപ്പോഴും ഇത് തന്നെയാണ്, ഇന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ആകാം കളി എന്നുള്ള രീതിയിൽ അവർ കളിക്കാനൊന്നും കാട്ടിലേക്കൊന്നും പോകാതെ യശോദാമ്മയുടെ അടുത്ത് തന്നെ നിന്ന് കളിക്കുക കേട്ടോ. യശോദാമ്മയുണ്ട്, കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, ഗോപികമാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ വിശക്കൊക്കെ ചെയ്യൂലോ, അത് കഴിക്കാം. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെണ്ണയൊക്കെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ വെണ്ണ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഊഞ്ഞാൽവള്ളി പിടിച്ചിരിക്കുന്നത്. എന്നാലും ആട്ടുന്ന സമയത്ത് വീഴൊന്നുമില്ല കേട്ടോ ഭഗവാൻ. ഇനി എങ്ങാനും വീഴാൻ പോയി കഴിഞ്ഞാലോ പിടിക്കാനായിട്ട് യശോദാമ്മയുണ്ട്, കണ്ണൻ്റെ കൂട്ടുകാരുണ്ട്, ഗോപികുമാരൊക്കെ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം ഭഗവാൻ ആട്ടും, പിന്നെ കൂട്ടുകാരൊക്കെ ഇരുന്ന് ആടും. അങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ആടുന്ന സമയത്തെ പാട്ടുകളൊക്കെ പാടും. എന്ത് പാട്ടുകളാണെന്നറിയോ? ഭഗവാനെ കുറിച്ചുള്ള പാട്ടുകൾ. ഇതൊക്കെ യശോദാമ്മ എഴുതുന്നതാണ് കേട്ടോ. ഗോപികമാരും എഴുതും. ഇവരൊക്കെ എഴുതുന്നത് ഭഗവാനെ കുറിച്ചുള്ളതാ. ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ കുറുമ്പുകള്, ഇതൊക്കെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവര് തന്നെ ട്യൂണൊക്കെ ഇടും, സംഗീതമൊക്കെ അവര് തന്നെ നിർവഹിക്കുക. എന്നിട്ട് അതിങ്ങനെ രസമായിട്ട് പാടും. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ ഇന്നലെ.
അതായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭഗവാനെ ഒന്ന് ഊഞ്ഞാലാട്ടാല്ലേ, നമ്മുടെ മനസ്സിലെ ഭഗവാനെ നന്നായി ഒന്ന് ഇരുത്തിയിട്ട് ഊഞ്ഞാലാട്ടിക്കോളും. ഭഗവാൻ അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ ഒരു രൂപമൊക്കെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് വൈശാഖത്തെക്കുറിച്ച് പറയാം കേട്ടോ. അത്രയേറെ പുണ്യമുള്ള ഒരു മാസമാണെന്ന് പറഞ്ഞല്ലോ. ഈ 30 ദിവസവും പുണ്യമാണ്. നമ്മൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഫലമാണ് ലഭിക്കുക എന്നാണ് പറയണത്. അപ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു മാസത്തിലെ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന പറയാ, ഭൂമിയെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയണത്. അപ്പൊ അവര് വളരെ നേരത്തെ തന്നെ, നേരം വെളിച്ചാവുമ്പോ തന്നെ ഗരുഡന് പുറത്തേറിയിട്ടാണ് വരുന്നതെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മളെയും അവര് അനുഗ്രഹിക്കും. കണ്ടാലേ അനുഗ്രഹിക്കുള്ളൂ കേട്ടോ, കണ്ടില്ലെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിക്കുക. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്നെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ, ആശുവിനെ അനുഗ്രഹിക്കില്ല എന്ന്. കാരണം വിഷ്ണു എല്ലാ ദിവസവും കുളിച്ചു തൊഴാനായിട്ട് പുലർച്ചെ 4 മണിക്ക് തന്നെ എണീരോട്ട് പോകുകയും അപ്പൊ ആ സമയത്താണല്ലോ ഭഗവാൻ വരുന്നുണ്ടായിരിക്കാം. സൂര്യനൊക്കെ എന്നെ ഉദിച്ച് കുറേശ്ശെ ഇങ്ങനെ പ്രകാശം പരക്കുന്ന ആ ഒരു സമയം. അപ്പൊ ഭഗവാൻ വരുമ്പോൾ വിഷ്ണുവിനെ കാണും, വിഷ്ണുവിനെ അനുഗ്രഹിക്കും. ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങുകയായിരിക്കും, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹമൊന്നും കിട്ടില്ല എന്നൊക്കെ ഇവിടെ ഇരുന്നിട്ട് തമാശകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ ഭഗവാൻ വരുന്ന സമയമാണ്. അപ്പൊ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല, നേരത്തെ എണീറ്റിട്ട് കുളിക്കണം എന്നാണ് പറഞ്ഞു വരണത്. ഈ പ്രഭാത സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് കേട്ടോ അത്. മുൻപും നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന് കൃത്യമായിട്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം പറയണതേ, ഈ ഒരു മാസം ഈ എല്ലാ തീർത്ഥങ്ങളിലും പുണ്യനദികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പറയാ. അത് എന്നാണ് ഏത് സമയത്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ മാസത്തിൽ അത് എന്തായാലും ഉണ്ടായിരിക്കും. ഈ ഒരു സമയത്ത്, അതായത് ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് പ്രഭാതത്തില്. അപ്പോൾ നമ്മൾ ഈ നദികളിൽ പോയിട്ടൊക്കെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ ആ സർവ്വ തീർത്ഥങ്ങളിലും പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലമാണ് നമുക്ക് ലഭിക്കുക എന്നാണ് പറയണത്. ഇത് നദികളിൽ മാത്രമല്ല കേട്ടോ, കുളങ്ങളിൽ സമുദ്ര സ്നാനത്തിനൊക്കെ വളരെ വിശേഷം എന്നാ പറയാ. നമുക്കിപ്പോൾ നമ്മുടെ ബാത്റൂമിൽ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് കുളിക്കുകയാണെങ്കിലും അത് വളരെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. നേരത്തെ എണീറ്റ് കുളിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്നാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം പറയണതേ, പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്യാനായിട്ട്, പിതൃക്കളെയൊക്കെ സ്മരിക്കാനായിട്ട്, അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാനായിട്ടും കൂടെ സാധിക്കുന്ന, അവരൊക്കെ വേണ്ടുവോളം യഥേഷ്ടം അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഒരു മാസം കൂടിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ കുളത്തിലൊക്കെ നമ്മൾ കുളിക്കാനായിട്ട് പോകുന്ന സമയത്തെ അതിൻ്റെ വക്കത്തൊക്കെ ഈ പിതൃക്കൾ ഉണ്ടാകുന്ന പറയാം. അപ്പം അങ്ങനെ കുളി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കുക. അത് അവർക്ക് ജലം കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുന്ന പോലെ, അവർക്ക് തർപ്പണം ചെയ്യുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുക. അപ്പം അവരുടെ ആ ഒരു സന്തോഷം നമുക്കൊക്കെ അനുഗ്രഹമായിട്ടാണ് ലഭിക്കുക എന്നാണ് പറയണേ. അപ്പൊ ചിലവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ എണീറ്റ് കുളിക്കൊന്നും ചെയ്തില്ലെങ്കിൽ, അയ്യോ എൻ്റെ ആരെയും കാണാനില്ലല്ലോ, അവരാരും എണീറ്റ് വന്നിട്ട് കുളിക്കണമെന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത, അവർക്കൊരു വിഷമമൊക്കെ വരില്ലേ. അപ്പൊ അത് നമുക്ക് ദോഷകരമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിതൃക്കളുടെ അനുഗ്രഹം കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മാസമായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എണീറ്റ് കുളിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് നാമജപമാണ്. നമ്മൾ എല്ലാ ദിവസവും നാമം ജപിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു മാസം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 10 ഇരട്ടി എന്നൊക്കെ നമ്മളൊരു കണക്കിന് വേണ്ടി പറയണതാണ് കേട്ടോ. പക്ഷെ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ ഫലം ലഭിക്കുക എന്നാണ് പറയണത്. അത് ഓരോരുത്തർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എണ്ണം വെച്ചിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഫലം നമുക്ക് ഇരട്ടിയിലധികം ഫലം നമുക്ക് ലഭിക്കുന്ന പറയാം. ഇപ്പോൾ മഹാലക്ഷ്മിയും ചേട്ടാ ഭഗവതിയും കൂടെ ഇങ്ങനെ നടന്നു വരിക എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സന്ധ്യാസമയത്ത് ഒരു വീട്ടിലെ അങ്ങനെ വിളക്കൊന്നും കൊളുത്തി വെച്ചിട്ടില്ല, ചിലരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒന്നും വൃത്തിയാക്കി സൂക്ഷിക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ ടി വിയിൽ സീരിയൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറക്കെ സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ മഹാലക്ഷ്മി എന്തായാലും അങ്ങോട്ട് കയറി പോകില്ലല്ലോ, ചേട്ടാ ഭഗവതിയാണ് അങ്ങോട്ട് കയറി പോകുക. പിന്നെ ഒരു വീട്ടിൽ ഉറക്കെ നാമം ചൊല്ലുന്നതായിട്ട് കേട്ടു. അപ്പം മഹാലക്ഷ്മി വിചാരിച്ചു, ഹാവു അങ്ങോട്ടേക്ക് കയറി ചെല്ലാം. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി നിന്ന് എത്തി നോക്കുന്ന സമയത്ത് നാമമൊക്കെ ചെല്ലുന്നുണ്ട്, ഉറക്കെ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിരുത്തിയിട്ടല്ല നാമം ചൊല്ലണത്, ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ മഹാലക്ഷ്മി അങ്ങോട്ട് കയറും? മഹാലക്ഷ്മി കയറിയില്ല. അവിടെയും ചേട്ടാ ഭഗവതിയാണ് കയറിപ്പോയത്. അപ്പം നാമം ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറയണത്. നമ്മൾ മനസ്സിരുത്തിയിട്ട് വേണം ചൊല്ലാനായിട്ട്. അതിപ്പോൾ ഒരു നാമമാണോ ചൊല്ലാൻ പറ്റിയത്, അത് നന്നായിട്ട് മനസ്സിരുത്തി ചൊല്ലുക. അപ്പം ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം നാമം ചൊല്ലാം. നാമം ചൊല്ലുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് ഏത് നാമങ്ങൾ വേണമെങ്കിലും ചൊല്ലാം. വിഷ്ണു സഹസ്രനാമങ്ങൾ ചൊല്ലാം. ഓം നമോ ഭഗവതി ചൊല്ലാം. ഓം നമോ ഭഗവതി വാസുദേവായ ചൊല്ലാം. ഇനി ഇതൊന്നും അറിയാത്തവർക്ക് നാരായണനാമം ചൊല്ലിയാൽ മതി. മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ ഏത് വേണമെങ്കിലും ചൊല്ലാം. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് മഹാദേവനെ ആരാധിക്കുന്നവരാണോ, ഭദ്രകാളിയെ ദേവിയെ ആരാധിക്കുന്നവരാണോ, ഓം നമ ശിവായാണോ നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നത്, അതെന്നെ തുടർന്നുകൊണ്ട് പോയാൽ മതി. അപ്പോൾ വൈശാഖല്ലേ, മഹാവിഷ്ണു അല്ലേ, അപ്പം അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഓം നമ ശിവായ മാറ്റിയിട്ട് നാരായണ വെക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ എന്ത് നാമമാണോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടർന്നുകൊണ്ട് പോകുക. സർവ്വദൈവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നല്ലേ പറയണേ. ആരെയൊക്കെ നമ്മൾ നമസ്കരിച്ചാലും ആരെയൊക്കെ നമ്മൾ സേവിച്ചാലും അത് ഭഗവാനിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് നാമങ്ങൾ വേണമെങ്കിലും ചൊല്ലാം. നാരായണ നാരായണ ചൊല്ലാം, ശിവ ശിവ ചൊല്ലാം, അങ്ങനെ കൃഷ്ണ കൃഷ്ണ ചൊല്ലാം. ഏതാണോ നമുക്ക് ഇഷ്ടം, ഏതാണോ നമുക്ക് അറിയാവുന്നത് അതൊക്കെ ചില ലളിതാ സഹസ്രനാമങ്ങൾ ചൊല്ലാം. ദേവി മഹാത്മ്യം വായിക്കാം, ഭാഗവതം വായിക്കാം, നാരായണീയം വായിക്കാം, ഭഗവത്ഗീത, അങ്ങനെ ഇതൊക്കെ വായിക്കാനായിട്ടും സാധിക്കും, ചൊല്ലാനായിട്ടും സാധിക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ നാരായണീയം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സമയത്ത് തുടങ്ങാനായിട്ട് സാധിച്ചു. ഈ വൈശാഖത്തിലും നമ്മളത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും വലിയൊരു പുണ്യമാണ്. അതും ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ വായിക്കുക, കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുക. ഭാഗവത സപ്താഹങ്ങളൊക്കെ എന്തായാലും നടക്കും ക്ഷേത്രങ്ങളിൽ. അവിടെയൊക്കെ പോകുക, അതൊക്കെ കേൾക്കുക. അപ്പോൾ ഒരു സപ്താഹം കേട്ട് കഴിഞ്ഞാൽ ഒരു ഫലമല്ല നമുക്ക് ലഭിക്കുക, ഒരു 10 സപ്താഹം കേട്ട ഫലമാണ് ലഭിക്കുക. ഒരു നാമം ചൊല്ലിക്കഴിഞ്ഞാൽ 10 എണ്ണം ചൊല്ലിയ ആ ഒരു ഫലമാണ് ലഭിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ സംഖ്യകൾ എന്ന് പറയുന്നത് വെറും അക്കങ്ങളാണ്. നമുക്കത് ലഭിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം, അതും സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. ഗുരുവായൂരൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഈ വൈശാഖമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക. ഗുരുവായൂർ മാത്രമല്ല, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തൊട്ടടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ, അവിടെയൊക്കെ പോകുക. അവിടെയൊക്കെ ഇരുന്നിട്ട് നാമം ചൊല്ലുക. അതിനൊക്കെ പ്രത്യേകം ഫലം പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു 108 തവണ നാമം ചൊല്ലുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു മാസം ആയതുകൊണ്ട് തന്നെ, വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ടാണ് നാമം ചൊല്ലണമെന്ന് വെച്ചാൽ നമുക്കൊരു 10 ഇരട്ടി ഫലം ലഭിക്കും. ക്ഷേത്രത്തിൽ പോയിരുന്നിട്ടാണ് നാമം ചൊല്ലണമെന്ന് വെച്ചാൽ 100 ഇരട്ടി ഫലം ലഭിക്കും. അങ്ങനെയാണ് ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയണത് കേട്ടോ. ഇനി ഇതേ നാമങ്ങൾ തന്നെ നമ്മൾ കുളത്തിൽ കുളിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ചൊല്ലണമെങ്കിൽ 1000 ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് പറയണത്. അതായത് ഈ കുളിച്ചിട്ട്, അതായത് കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, കുളി പൂർത്തിയാക്കിയിട്ടുള്ള ആ ഒരു സമയത്താണ് നമ്മുടെ ശരീരം ഏറ്റവും ശുദ്ധമായിട്ടിരിക്കുന്ന സമയം. നമ്മുടെ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഏറ്റവും കൂടുതൽ ശുദ്ധമായിട്ടിരിക്കുന്ന സമയം ഈ കുളത്തിൽ കുളിച്ചിട്ടിരിക്കുന്ന സമയമാണ്. കണ്ടിട്ടുണ്ടായിരിക്കും ബ്രാഹ്മണര്, അവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഗായത്രി ജപിക്കണത്. അവർക്ക് ക്ഷേത്രത്തിൽ വന്നിരുന്നിട്ട് ജപിച്ചൂടെ, അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് ജപിച്ചൂടെ? എന്തുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യുന്നേ? അത്രയേറെ പ്രാധാന്യം, അത്രയേറെ ഫലം അവിടെ ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ക്ഷേത്ര ദർശനത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ള, വളരെ വിശേഷമുള്ള ഒരു മാസം കൂടിയാണ് കേട്ടോ. ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് നാമം ചൊല്ലാനായിട്ട് സാധിക്കണമെങ്കിൽ വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് വിശേഷ ദിവസങ്ങൾ വരുന്ന ഒരു മാസമാണ്. അതിലൊന്നാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അക്ഷയ തൃതീയ വരുന്നത് ഇപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ. അക്ഷയ തൃതീയ 19-ാം തീയതി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാട്ടോ. എന്നിരുന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് നമ്മുടെ ബലരാമേട്ടൻ്റെ പിറന്നാളാണ്, ബലരാമ ജയന്തിയാണ്, പരശുരാമ ജയന്തിയും കൂടിയാണ് കേട്ടോ. ആദ്യം പരശുരാമൻ ഉണ്ടായത്, എന്നിട്ട് അതേ ദിവസം തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ബലരാമനും. അപ്പോൾ രണ്ടുപേരുടെയും ജയന്തിയാണ്, അതായത് പിറന്നാളായിട്ടാണ് പറയണത്. അപ്പോൾ അന്ന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ഷയിക്കാത്തത് ഒന്നും ക്ഷയിക്കില്ല. എന്ത് ചെയ്താലും അത് ഇല്ലാതെയാകില്ല, അതിന് ഫലം ലഭിക്കുക ചെയ്യാം. അതായത് നമ്മളൊരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 10,000 ഇരട്ടിയാണ് പുണ്യം ലഭിക്കുക. അതായത് സാധാരണ ഒരു വൈശാഖ മാസത്തിൽ നമുക്ക് 100 ഇരട്ടി പുണ്യം ലഭിക്കുമെങ്കിൽ അക്ഷയ തൃതീയ ദിവസമാണ് നമ്മൾ അതേ പുണ്യപ്രവൃത്തി ചെയ്യണമെങ്കിൽ 10,000 മടങ്ങ് പുണ്യം ലഭിക്കുന്നതാണ് പറയുക. ഇതിപ്പോൾ പുണ്യം മാത്രമല്ല കേട്ടോ, പാപം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം 10,000 മടങ്ങ് കൂടുന്ന പറയാം. അപ്പോൾ പാപം ചെയ്യരുത്.
പാപം അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുണ്യമാസങ്ങളിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി ഫലം ലഭിക്കുമെന്നും കൂടെ പറയാറുണ്ട്. പാപങ്ങൾ ചെയ്യാതിരിക്കുക. അക്ഷയ തൃതീയ ദിവസം മാത്രമല്ല, വൈശാഖത്തിൽ മാത്രമല്ല, ഈ മാസങ്ങൾ മുഴുവൻ, ഈ വർഷം മുഴുവൻ, അതായത് ഒരിക്കലും പാപം ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയണത്. ഈ ഒരു മാസമെങ്കിലും നമ്മളത് ശീലിക്കുകയാണെങ്കിൽ പിന്നെ പതുക്കെ 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 നമുക്ക് എല്ലാ മാസത്തിലും അത് ശീലിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കുറേ ഉറുമ്പുകൾ ഇങ്ങനെ പോകുക. അപ്പോൾ ഒരു ഉറുമ്പിന് നമ്മൾ ഭക്ഷണം കൊടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പോൾ അക്ഷയ തൃതീയ ദിനത്തിലാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ 10,000 ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുത്ത ഫലമാണ്, ആ ഒരു പുണ്യമാണ് നമുക്ക് ലഭിക്കുക. നേരെ മറിച്ച് ഒരു ഉറുമ്പിനെ നമ്മളൊന്ന് ചതച്ചരച്ചിട്ട് കൊന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 10,000 ഉറുമ്പുകളെ കൊന്ന ആ ഒരു പാപം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ലഭിക്കുക എന്നാണ് പറയണത്. അപ്പോൾ പുണ്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക, പാപങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഒന്നാണ് ദാനധർമ്മം. ദാനധർമ്മത്തിനും വളരെ വിശേഷമാണ് കേട്ടോ ഈ ഒരു മാസം എന്ന് പറയുന്നത്. അന്നദാനം വളരെ കേമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മാസത്തിൽ ചൂട് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ ചൂടിനെ ചെറുത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. ചെരുപ്പ്, ഏത് പാതുകങ്ങൾ, കുട, വടി, തൊപ്പി, അങ്ങനെയുള്ളത്, കമ്പിളി. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാധനങ്ങൾ നമ്മൾ ദാനമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അതായത് വളരെ ഒരു പുണ്യമാണെന്നാണ് പറയാറുള്ളത്. മാമ്പഴം, ചക്ക, ഈ പഴുത്ത മാങ്ങ, പഴമാങ്ങ ദാനം എന്നൊക്കെയാണ് പറയാം. അതായത് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളാണ്. അത് മതി, അത് ദാനം ചെയ്താൽ മതി. അതുപോലും കൊടുക്കാൻ മടിയുള്ളവരുണ്ട്. വെറുതെ ചീഞ്ഞു പോകുകയും ചെയ്യുക, പക്ഷെ ഒരാൾക്ക് കൊടുക്കില്ല, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്ന രീതി, അവർക്ക് സന്തോഷമാണ് അത് കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സന്തോഷം എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം കിട്ടുക ചെയ്യുക. അത് അനുഗ്രഹമായിട്ടാണ് കിട്ടുക. നമുക്ക് സന്തോഷം ഉണ്ടാകുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഭഗവാൻ അതിരുന്ന് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അനുഗ്രഹമാണ് തീർച്ചയായിട്ടും ലഭിക്കുക. അപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം. ഈ കുടയൊക്കെ കണ്ടുപിടിച്ചത് അഗസ്ത്യ മഹർഷിയാണെന്നാ പറയാ. അതായത് കുട, ചെരുപ്പ്, അത് സാധാരണ നമ്മൾ കുടയൊക്കെ ചൂടിയ ഈ മഴയെ ചെറുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല, ഈ വൈശാഖത്തിലെ കുട ചൂടിയ വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിച്ചതെന്നാണ് പറയണത്. കാരണം ക്ഷേത്രത്തിലൊക്കെ പോകണ്ടേ, അപ്പോൾ കുട ചൂടിയിട്ട് പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്നാ പറയാ. അപ്പൊ അതിനെ ചൂടിനെ പ്രതിരോധിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ ദാനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്നാ പറയാ. ഈ വൈശാഖ മാസേ വടികൊണ്ട് ദാനം മൂർധാവിലായാൽ കേമം ബഹുകേമം എന്നാ പറയണേ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, അത് കളിയാക്കിയിട്ടാ പറയണത് കേട്ടോ. പക്ഷെ വടി കൊണ്ട് ദാനം ചെയ്യുന്ന അടിക്കുകയെന്നർത്ഥം. പക്ഷെ ഒരടി അടിച്ചാലും ഒരു 10 അടിച്ച ഫലം ലഭിക്കുന്ന പറയാ. അപ്പൊ അത് കളിയാക്കി പറയണതാണെങ്കിലും ആ ഒരു മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ ദാനധർമ്മത്തിനൊക്കെ വളരെ വിശേഷപ്പെട്ട മാസമാണ്. ഈ റമദാൻ മാസത്തിൽ സക്കാത്തൊക്കെ കൊടുക്കില്ലേ, അതേപോലെ തന്നെ വൈശാഖ മാസത്തിൽ ദാനം ചെയ്തു കഴിഞ്ഞാല് അത്രയേറെ പുണ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഏകാദശി നോൽക്കണം. വൈശാഖത്തില് 2 ഏകാദശി വരും. ഒരു വെളുത്ത ഏകാദശിയും ഒരു കറുത്ത ഏകാദശിയും വരും. രണ്ടും നോൽക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. രണ്ടും നോൽക്കാൻ പറ്റാത്തവരെ ആ വെളുത്ത ഏകാദശി ഉണ്ടല്ലോ, അത് നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. ഏകാദശി നോൽക്കുക, അത് നിർബന്ധമാണ്. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു മാസത്തിൽ, അതായത് ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാമെന്ന് വിചാരിക്കാം. നമുക്ക് അതിന്റെ പുണ്യം എന്തായാലും ലഭിക്കും. ഇപ്പോൾ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. ഇനി ഭഗവാന്റെ കൂടെയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ശീവേലിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ അതിന് നമുക്ക് ലഭിക്കുന്ന ഗുണം അത് കൂടുതലാണ്. കാരണം നമ്മൾ ഭഗവാന്റെ ഒപ്പമാണ് പ്രദക്ഷിണം വെക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ഈ വൈശാഖമൊക്കെ കുറച്ച് നേരത്തെയാണ് വരുന്നത്. വിഷു കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വൈശാഖത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങാട്ടോ. എല്ലാവർക്കും നന്നായി തന്നെ വൈശാഖ മാസം ആചരിക്കാനായിട്ട് സാധിക്കട്ടെ. ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഒരു തവണ പോയിട്ടുള്ളവർക്ക് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ രംഗങ്ങളൊക്കെ ഓർമ്മയിൽ വരും. നമ്മളിപ്പോൾ സോപാനപ്പടിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ആ വാതിൽമാടം കടന്നു നമ്മൾ ഇവിടെയാണ്, കൊടിമരത്തിന്റെ മുന്നിലാണ് എന്നൊക്കെയുള്ള ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ. അങ്ങനെ സങ്കല്പിച്ചിട്ട് തൊഴുക. ഭഗവാന്റെ ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള അലങ്കാരങ്ങൾ കണ്ണിൽ കണ്ടുകൊണ്ട് തൊഴുക. അപ്പം ഈ സങ്കല്പത്തിനൊക്കെ വളരെയധികം ശക്തിയുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് പോയി കാണാതെ നമ്മുടെ മനസ്സിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം അതൊക്കെ വളരെ പവർഫുൾ ആണ്, വളരെ ശക്തിയുള്ളതാണ് ഈ സങ്കല്പങ്ങൾക്കൊക്കെ. അപ്പം അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം. പോകാൻ സാധിക്കാത്തവരാണ് കേട്ടോ പറയണത്. പിന്നെ കഴിയുന്നതും നാമങ്ങൾ ചൊല്ലുക.
നാമങ്ങൾ എത്രത്തോളം ചൊല്ലാൻ സാധിക്കുന്നോ അത്രത്തോളം ചൊല്ലുക. ഒരു കണക്കും വെക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിവിടെ എണ്ണിയിട്ട് പറയാറുണ്ട്, അതൊക്കെ എല്ലാവരും എണ്ണിയിട്ടോളും. അതല്ലാതെ എത്രത്തോളം നമുക്ക് വായിക്കാനായിട്ട്, ചൊല്ലാനായിട്ട്, പറയാനായിട്ട്, ഇത് കഥകൾ ഒക്കെ സാധിക്കുന്നുണ്ടോ അതൊക്കെ നന്നായി തന്നെ ചെയ്യാനായിട്ട് കഴിയട്ടെ. അതിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് കേട്ടോ. അത് ഗുരുവായൂരപ്പൻ കാണും തീർച്ചയായിട്ടും. വൈശാഖമൊക്കെ എല്ലാവരും നന്നായിട്ട് ആചരിക്കുക. ഏതെങ്കിലും സംശയമൊക്കെ ഉള്ളവർ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതോടൊപ്പം തന്നെ നാമജപം കൂടെ പറയാം കേട്ടോ. കഴിഞ്ഞ 2 ദിവസത്തെ നാമജപം എണ്ണാനായിട്ടുണ്ടായിരുന്നു. 2,45,859 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപമൊക്കെ എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളും. ഒപ്പം തന്നെ നാരായണീയൊക്കെ എല്ലാവരും പകർത്തി എഴുതിക്കോളും. എല്ലാവരും എഴുതുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ വൈശാഖമൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാരായണീയൊക്കെ എഴുതി പൂർത്തിയാകുള്ളൂ. എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വൈശാഖ മാസത്തിൽ നാരായണീയം പകർത്തി എഴുതുന്ന ആ ഒരു പുണ്യം കൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയാണ്. പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ് നാരായണീയം ഇപ്പോൾ എഴുതാന്നുള്ളത്. പക്ഷെ അത് ഭഗവാൻ എഴുതിക്കുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ അടുത്തൊരു കരുതലുണ്ടല്ലോ. അങ്ങനെയുള്ളവരെയാണല്ലോ ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പറ്റാത്തവരുണ്ടായിരിക്കും കേട്ടോ, അവർക്ക് അടുത്ത തവണ എഴുതാനായിട്ടും കൂടെ സാധിക്കട്ടെ. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. അദ്ദേഹം വിചാരിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നാരായണിയൊക്കെ പകർത്തി എഴുതിക്കോളൂ, നാമൊക്കെ ചൊല്ലിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.